ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇറാനിലെ എല്ലാ സൈനിക താവളങ്ങളും സൗകര്യങ്ങളും പ്രത്യേകിച്ച് തെഹ്റാനിൽ ലക്ഷ്യമാക്കി ഇസ്രായേൽ ആക്രമണം നടത്തുമെന്നും ഇറാനിൽ നിന്ന് UAV ഉപയോഗിച്ച് പ്രതികാരം ഉണ്ടാകാതിരിക്കാൻ തുടർച്ചയായി ആക്രമണം നടത്തേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞിട്ടുമുണ്ട്. ഈ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേൽ ഏകദേശം 800 എയർ സ്ട്രൈക്കുകളാണ് നടത്തിയിട്ടുള്ളത്. ഇറാന്റെ ഏകദേശം 1000 സൈനിക ലക്ഷ്യങ്ങൾ നശിപ്പിച്ചുവെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അതിനൊപ്പം ഇസ്രായേൽ ഇപ്പോൾ തെഹ്റാനിലെ മലിനജലവും ശുദ്ധജലവുമുള്ള സംവിധാനങ്ങൾ നശിപ്പിക്കുന്നതിലേക്കാണ് ശ്രദ്ധ തിരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഫലമായി ഇറാനിയൻ തലസ്ഥാനങ്ങളിൽ രഹസ്യ ബങ്കറുകളിൽ വെള്ളപ്പൊക്കം സംഭവിക്കുകയും താമസക്കാരെ വൈദ്യുതി മുടങ്ങുകയും ശുദ്ധജലക്ഷാമവും നേരിടേണ്ട അവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ട്. അതേസമയം കംബോഡിയ തായ്ലാന്റ് അതിർത്തി നിയന്ത്രണങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ നീക്കിയില്ല എങ്കിൽ തായ്ലാന്റിൽ നിന്നുള്ള എല്ലാ പഴങ്ങളും പച്ചക്കറികളും നിരോധിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഇസ്രായേൽ തെഹ്റാനിലെ ആകാശമാർഗം പൂർണ്ണമായും നിയന്ത്രണത്തിലെടുത്തതായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ എയർ സ്ട്രൈക്കുകൾക്ക് തയ്യാറെടുക്കുന്നതിനായി നഗരവാസികളോട് ഒഴിയാനും ആഹ്വാനം ചെയ്തു. ഒടുവിൽ ട്രംപ് ഫാമുകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ എന്നിവിടങ്ങളിൽ കുടിയേറ്റക്കാരെ ലക്ഷ്യമാക്കി നടത്തുന്ന റൈഡുകൾ താത്കാലികമായിട്ട് നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യുക.